പ്രാർത്ഥനയും ധ്യാനവും ആത്മശാന്തിയിലേക്കുള്ള ശാന്തമായ പാത. ജീവിതത്തിന്റെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന തിരക്കുകളിലും വെല്ലുവിളികളിലും മനുഷ്യന് ഏറ്റവും വേണ്ടത് മനസ്സിന് ശാന്തതയും ദിശാബോധവുമാണ്. ഒരു സമയം ഉയരുന്ന ചിന്തകൾ, നിയന്ത്രിക്കാനാവാത്ത ആശങ്കകൾ, ജീവിതത്തിന്റെ ഭാരങ്ങൾ, ഇവയെല്ലാം മനസ്സിനെ ചിതറിച്ചുകളയും. എന്നാൽ മനുഷ്യർ ആയിരക്കണക്കിന് വർഷങ്ങളായി ആശ്രയിച്ച രണ്ട് പ്രബലമായ ആത്മീയ മാർഗങ്ങൾ ഇന്നും അതേ ശക്തിയോടെ നമ്മെ നയിക്കുന്നു: പ്രാർത്ഥനയും ധ്യാനവും. ഈ രണ്ടും വ്യത്യസ്ത വഴികളാണെങ്കിലും അവയുടെ ആന്തരികമായ ലക്ഷ്യം ഒന്നുതന്നെയാണ്: നമ്മുടെ ഉള്ളിലെ സമാധാനത്തെ ഉണർത്തുക. ഈ വഴികൾ എന്താണ്, അവയുടെ പ്രാധാന്യമെന്താണ് എന്നതിനെ ഒരു ശാന്തമായ ആത്മീയ യാത്ര പോലെ നമുക്ക് പരിശോധിക്കാം. 1. പ്രാർത്ഥന, ദൈവത്തോടുള്ള ഹൃദയസംഭാഷണം. സാധാരണയായി നമ്മൾ പ്രാർത്ഥനയെ ഒരു മതപരമായ ആചാരമായി മാത്രം കാണാറുണ്ട്. എന്നാൽ യഥാർത്ഥ പ്രാർത്ഥന അതല്ല, അതൊരു ഹൃദയസംഭാഷണമാണ്. മനുഷ്യന്റെ പരിമിതികളെയും ദൈവത്തിന്റെ അനന്തതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സൂക്ഷ്മമായ പാലം. പ്രാർത്ഥനയ്ക്കു മുന്നിൽ നാം നമ്മുടെ ശക്തികളെയും ദൗർബല്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും തുറന്നുകാട്ടുന്നു. അവിടെ ഒരൽപ്പം സ്വാർത്ഥതയല്ല, മറിച്ച് ആത്മാഭിമുഖതയും സമർപ്പണവുമാണ് നിറയുന്നത്. പ്രാർത്ഥന ഒറ്റപ്പെട്ട ഒരാത്മാവ് ദൈവികമായ കരുത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ആഴമേറിയ സ്വകാര്യ നിമിഷമാണ്. പ്രാർത്ഥന നൽകുന്ന ആന്തരിക ഗുണങ്ങൾ: ആത്മശാന്തിയും വിട്ടുകൊടുക്കലും. ജീവിതത്തിൽ എല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന വലിയ സത്യം പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു. എനിക്ക് കഴിയുന്നവ ഞാൻ ചെയ്യും, ബാക്കിയെല്ലാം സത്യമായ വഴിയിലേക്ക് നീ നയിക്കണം എന്ന ഈ സമർപ്പണമാണ് മനസ്സിനെ ഏറ്റവും കൂടുതൽ ശാന്തമാക്കുന്നത്. വിശ്വാസവും ധൈര്യവും. ഞാൻ ഒറ്റയ്ക്കല്ല, ഒരാൾ കൂടെയുണ്ട് എന്നറിയുന്നത് വലിയ ആശ്വാസമാണ്. പ്രാർത്ഥനയിൽ നിന്നു ലഭിക്കുന്ന ഈ ഉറപ്പ്, ഞാൻ തനിച്ചല്ല, മനുഷ്യന്റെ ഭയങ്ങളെയും ആശങ്കകളെയും മൃദുവായി അകലേക്ക് നീക്കുന്നു. കൃതജ്ഞതയുടെ ബോധം. ജീവിതം നൽകിയ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ശ്രദ്ധാപൂർവം കണ്ടറിയാൻ പ്രാർത്ഥന നമ്മെ പരിശീലിപ്പിക്കുന്നു. നന്ദിയുള്ള ഹൃദയം വ്യക്തിയുടെ വികാരങ്ങളിലും പെരുമാറ്റങ്ങളിലും സന്തോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. മനസ്സിന്റെ ക്രമീകരണം, റീസെറ്റിംഗ്. പ്രാർത്ഥന ഒരു ആത്മീയമായ റീസെറ്റിംഗ് സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്നു. ദിവസത്തിന്റെ തുടക്കത്തിൽ അത് മനസ്സിന് സമാധാനവും സമത്വവും ദിശാബോധവും നൽകുന്നു. 2. ധ്യാനം, ഉള്ളിലേക്കുള്ള ആഴത്തിലുള്ള യാത്ര. പ്രാർത്ഥന നമ്മെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്നുവെങ്കിൽ ധ്യാനം നമ്മെ നമ്മളോട് തന്നെ ബന്ധിപ്പിക്കുന്നു. ബാഹ്യലോകത്തിന്റെ ശബ്ദങ്ങളിൽ നിന്നു മാറി, ചിന്തകളുടെ കാറിവെട്ടുന്ന ആഘോഷത്തിൽ നിന്നു മാറി, നമ്മുടെ ഉള്ളിലെ ശാന്തമായ തടാകത്തെ കണ്ടെത്തുന്നതാണ് ധ്യാനം. ധ്യാനം ഏതെങ്കിലും മതത്തിലെ ഒരു പ്രത്യേക രീതിയല്ല, അത് മനുഷ്യന്റെ മനസ്സിനെ ഒരുമിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു മാനസിക ശാസ്ത്രവിദ്യ കൂടിയാണ്. ധ്യാനം നൽകുന്ന ഗുണങ്ങൾ: മാനസിക സമ്മർദ്ദം കുറയുന്നു. ശ്വാസനിയന്ത്രണവും ശ്രദ്ധാസമാധാനവും ശരീരത്തിലെ സമ്മർദ്ദ ഹോർമോണുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ചിന്തകൾക്ക് വ്യക്തത. മനസ്സ് ശാന്തമാകുമ്പോൾ എന്തു ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ വ്യക്തത ലഭിക്കും. ആശയക്കുഴപ്പങ്ങൾ നീങ്ങുന്നു. വൈകാരിക നിയന്ത്രണം. കോപത്തിന്റെയും ഭയത്തിന്റെയും സ്വാധീനത്തിൽ നിന്ന് നമ്മെ പതിയെ ഒഴിവാക്കുന്നു. വികാരങ്ങളോട് പ്രതികരിക്കുന്നതിനു പകരം പ്രതികരിക്കാതിരിക്കാൻ പഠിപ്പിക്കുന്നു. ശാരീരിക ഉയർച്ച. മെച്ചപ്പെട്ട ഉറക്കം, ആരോഗ്യകരമായ രക്തസമ്മർദ്ദം, ശക്തമായ പ്രതിരോധശേഷി, ഇവയെല്ലാം ധ്യാനത്തിന്റെ അനുഗ്രഹങ്ങളാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ഉള്ളിലെ ശാന്തത കണ്ടെത്തുന്നവൻ പുറത്തുള്ള പ്രക്ഷുബ്ധതയ്ക്ക് ഒരിക്കലും അടിമയാകില്ല എന്ന തിരിച്ചറിവ് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ഉപസംഹാരം: ഈ 2 ചിറകുകൾ നിങ്ങൾക്കുള്ളതാണ്. പ്രാർത്ഥന നിങ്ങളെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്നു. ധ്യാനം നിങ്ങളെ നിങ്ങളോട് തന്നെ ബന്ധിപ്പിക്കുന്നു. ഈ 2 ചിറകുകൾ ഒരുമിച്ചുപയോഗിക്കുമ്പോൾ ജീവിതം ഒരു ഉയരത്തിലേക്ക് നമ്മെ ഉയർത്തുന്നു. നിങ്ങളുടെ തിരക്കുകളിലും പ്രശ്നങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് ഏറ്റവും അടുത്തും ശാന്തവുമായ ഒരു ആത്മീയ ലോകമുണ്ടെന്നും അത് ഏതു നിമിഷവും തുറക്കാമെന്നും ഈ 2 വഴികളും നമ്മോട് പറയുന്നു. നിങ്ങളുടെ മനസ്സ് മാറട്ടെ, നിങ്ങളുടെ ജീവിതം മാറട്ടെ. ഈ ശൈലിയിൽ ഇനി മറ്റധ്യായങ്ങൾ എഴുതണമെങ്കിൽ ആവശ്യപ്പെടാവുന്നതാണ്.